അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ The നിന്ന് same verse. പൊടിയിൽ നിന്ന് ഉയർത്തിയിട്ട് പ്രഭുക്കന്മാരോട് ഇരുത്താൻ വേണ്ടി പോവാ. He raises the poor out of the dust and lifts the needy out of the ash heap. ഞാൻ പറയുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കുറിച്ചും പറയുവാണ്. It's not just for him but for all of you today. ദൈവം ഒരു എക്സാമ്പിൾ കാണിക്കുവാണ്. But God is showing an example right now. നിങ്ങൾ ഒരു ഇവിടെ വന്നിരിക്കുവാണ്, നിങ്ങളുടെ മുമ്പിൽ വാതിൽ അടഞ്ഞിരിക്കുക. You have come here and many doors are closed right now for you. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒമാനിൽ ഒരു പുതിയ ഡോറിനെ ഓപ്പൺ But ആക്കാൻ God's going to open a new door in Oman. നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഡെലിവറൻസ് ഇന്ന് A deliverance regarding your job matter. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ ഒന്നുമല്ല, പക്ഷെ നിങ്ങളുടെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. Not your education qualification but your status is going to change ഇന്ന് totally. ഇവിടെ ദൈവം സംസാരിച്ച വചനത്തെ വിശ്വസിച്ചോ, ഇന്ന് തൊട്ട് സംഭവിക്കുക. You believe in the word that is declared today, it's going to change your life from today onwards. അപ്പോൾ ദൈവം പറയുന്ന കാര്യം, രണ്ട് കാര്യം സംഭവിക്കും. Two things will happen. ഒന്ന്, നിങ്ങളെ പൊടിയിൽ നിന്ന് കർത്താവ് He will എഴുന്നേൽപ്പിക്കും. raise the poor out of the dust രണ്ട്, ഇതുവരെ നിങ്ങൾക്ക് പറ്റാത്ത ഒരു സ്റ്റാറ്റസിലേക്ക് ദൈവം ഉയർത്തും. and he'll make you sit in a status where you could not reach ഇന്ന് until now. സോണി ബ്രദർ പറഞ്ഞു, അനീഷ് ബ്രദർ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, ഒരു ഗ്ലോറിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആക്ച്വലി അവിടെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു ക്ലൗഡ് കാണുക. And Pastor Soni, Pastor Anish was all declaring the glory of God. And as I was worshiping there, I saw a cloud over here. ആ ക്ലൗഡിനകത്ത് ഞാൻ കാണുന്ന ഭയങ്കര ഓരോ കാര്യങ്ങളെ തിളങ്ങി നിൽക്കുക. നമ്മളൊരു ഒരു ഗ്ലിറ്റർ മോളിൽ കൊണ്ടിടുവാണെങ്കിൽ തിളങ്ങുന്ന എങ്ങനെയാണ് അതുപോലെ നന്നായിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് നിൽക്കുക. And as how you put glitter all over the place, the same way the clouds were glittering. നമ്മൾ എനിക്ക് എങ്ങനെ പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചാലില്ലേലും സ്പിരിച്വൽ റെലം റിയൽ ആണ്. Even if you believe or not, the spiritual realm is real. അതുകൊണ്ട് ദൈവം പറയുവാണ്, ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And so today it's happening right now. ഇത് ഞാൻ പറയുന്ന സമയത്ത് As I say this, ഞാൻ കാണുന്ന ഒരു റെവലേഷൻ, അതെനിക്ക് അറിയത്തില്ല നമ്മുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണോ അത് ഓൺലൈനിൽ ആരെങ്കിലും അത് എനിക്ക് അറിയത്തില്ല. ഞാനൊരു ഒരു കുഞ്ഞിനെ ഞാൻ കാണുക. I see a child right now. ലൈഫ് സപ്പോർട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. That child is right now in life support. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഈ വചനം പറയുമ്പോൾ, ഈ ലൈഫ് സപ്പോർട്ട് മാറി ആ കുഞ്ഞ് ജീവനിലോട്ട് വരും. And as we pray and we worship here, the life support will change and she is going to come back to കാരണം life. പറയുന്നതിനകത്ത് ജീവനുണ്ട്. Because what we declare has life. ദൈവത്തിന്റെ ജീവൻ ഈ വചനത്തെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. The life of the word of God is moving through the word. രണ്ടാമത് ഞാൻ കാണുന്ന വേറെ റെവലേഷൻ, Another revelation that I saw, അത് ഓൺലൈനിൽ കാണുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയാണ്. it's for someone who's joined us online. ഞാൻ ഒരു മാതാപിതാക്കളെ കാണുക. I see two parents. അവരുടെ മക്കൾക്ക് കല്യാണം റെഡി ആവുന്നില്ല. For their children, they're not able to find the right alliance. പക്ഷെ ദൈവം പറയുവാണ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ ഓപ്പൺ ആവുക. But today God is going to open up a new door. ഏതെങ്കിലും ഒരു രോഗം കൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുവാണോ? Are you struggling with some sickness? ഇന്ന് ഇവിടെ പറഞ്ഞ വചനപ്രകാരം അതിലേക്ക് ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുക. Through the word we declared today, the life of God is going to manifest. സ്റ്റീഫനോട് ദൈവം പറയുക, വരാൻ പോകുന്ന ഒരു കാര്യത്തെ ദൈവം ക്യാൻസൽ ചെയ്യുക. ഞാനതൊരു മെഡിക്കൽ സിറ്റുവേഷനെ കാണിക്കുന്നത്. അതിനെ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുക. പിശാച് ഒരു വഴിയും കൊണ്ട് വന്നതാണ്, പക്ഷെ അതിനെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ സകലവിധമായ കാര്യങ്ങളും ദൈവദൂതന്മാർ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്റ്റീഫന്റെ വൈഫിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ ശക്തി ആ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ വിശ്വസിക്കുക, സഭയിൽ ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെട്ട് കഴിഞ്ഞു. The glory of God has already been revealed. ദൈവത്തിന്റെ ശക്തി നിങ്ങളിലൂടെ മൂവ് ചെയ്യും. And the power of God shall move through you. ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള വാതിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. God has opened up the way for you. ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ കാണും. You will see it in your business. ഇത് നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ കാണും. You will see it in your jobs. ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രിയിൽ അത് കാണും. Above all, it will be shown in the ministry that you do. അങ്ങനെ ഒരു റലം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Pray right now. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഈ ഒരു റലത്തെ ഞങ്ങൾ ഒരുമിച്ച് ഈ ജനങ്ങളത്തിലേക്ക് ഞങ്ങൾ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. റബോ ഷഹറോതിനിയ റിഖാനിയോ ഷകറാതിനിയോ ലിഖാറബോ